സ്തോത്ര പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിലായിരിക്കും. കർത്താവ് ഇവിടേക്കാനായിട്ട് നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷക്കാലം നമ്മളെല്ലാവരും ദൈവം നടത്തി. അതിനായിട്ട് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിൽ നന്ദിയോടുകൂടി ആയിരിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയും നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ടു. മനസാന്തരത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം ആ മെസ്സേജിലൂടെ നമ്മൾ കേട്ടു. കർത്താവിൻ്റെ സന്നിലേക്ക് നമ്മൾ കയ്യിൽ ഉയർത്തി കർത്താവിൻ്റെ സന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കൈവിടാത്തൊരു കർത്താവ് നമുക്കുണ്ടെന്നുള്ളത് വീണ്ടും കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ കേട്ടു. നമ്മൾ ഇന്നലെ വൈകിട്ട് കൂടിയിരുന്നു. ആ സമയത്തും നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു. പ്രതിയാൽ ഇന്ന് മേശ നമ്മുടെ പക്കലുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കുന്നതിനായിട്ട്, നമ്മളെ ബലപ്പെടുത്തുന്നതിനായിട്ട്, നമ്മളെ നടത്തുന്നതിനായിട്ട് നന്ദി പറയാം. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവസ്വരൂപ പിതാവേ, നിന്റെ സന്നിധി ഞങ്ങളായിരിക്കുന്ന കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവേ, നീ തരുന്ന എല്ലാ നന്മയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ വചനത്താൽ കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിന് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, സർവ്വതും കർത്താവിൻ്റെ സന്നിധിയിൽ യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രതിയാൽ ദൈവം നടത്തിയ ഓരോ വഴികൾക്കായിട്ടും ഞാൻ നന്ദി പറയുന്നു. എന്നെയും കർത്താവ് നടത്തുന്നതിനായിട്ട് ഞാൻ നന്ദിയോടുകൂടി ആയിരിക്കുന്നു. ഒന്ന് രണ്ട് വാക്യങ്ങൾ, ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായർ, നമുക്കെല്ലാം സുപരിചിതമായ വാക്യങ്ങൾ തന്നെയാണ്. എബ്രായർ 5:3 1 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതുകൊണ്ട് എബ്രായർ 3:1 മുതൽ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നമ്മെ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാവുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏതു ഭവനവും ചമയ്ക്കുവാൻ ഒരാൾ വേണം. സർവ്വതും ചമച്ചവൻ ദൈവം തന്നെ. അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിൽ അധികാരിയായ പുത്രനായി തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു. കാരണം അതിൻ്റെ മേളിൽ, അതായത് 2:1-2 വാക്യങ്ങളിലൂടെ നമുക്ക് വായിക്കാം. അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ, സകലത്തിനും കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാദായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കേണ്ടത് യുക്തമായിരുന്നു. വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ഞിക്കാതെ, ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്നും പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവർ ആകുകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിൻ്റെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിനും സകലത്തിനും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യമായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു. അതെ, ഇതന്നെ വളരെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇന്നലെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അവൻ്റെ ക്രൂശീകരണവും കർത്താവ് മുമ്പോട്ട് പോയ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. പിലാത്തോസിൻ്റെ മുമ്പിൽ നിന്ന് മുമ്പോട്ടുള്ള യാത്രയും അവസാനം പത്രോസ് തള്ളി പറയുന്നതും അവന് മാനസാന്തരം ഉണ്ടാകുന്നതും എല്ലാം നമ്മൾ കണ്ടു. ഞാനപ്പം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു. കാരണം അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ള നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും, അതായത് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. അപ്പം തീർച്ചയായിട്ടും കർത്താവ്
വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക്, അതായത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനായ മഹാപുരോഹിതൻ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇന്നലെ ആ അധ്യായം ഒക്കെ വായിച്ചപ്പോഴും നമുക്കെല്ലാം അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. ഇന്നലെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അതായത് 27-28 നമ്മൾ വായിച്ചു, 26-27 വായിച്ചു കഴിഞ്ഞപ്പോൾ ആ കർത്താവ് നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടത അല്ലെങ്കിൽ കർത്താവ് ഇറങ്ങി വന്നതിൻ്റെ ഉദ്ദേശം ഓരോന്നോരോന്നായിട്ട് നമ്മൾ പ്രതിവാക്യമായിട്ട് നമ്മൾ വായിച്ചു. അതിനുശേഷം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എത്രമാത്രം ആണ് ആ കർത്താവ് നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കരുതുകയും, അതായത് മോശയുടെ കാര്യം പറയുമ്പം മോശയെക്കാട്ടിലും എത്രമാത്രം അധികമായിട്ട്, അതായത് ഭവനത്തെക്കാൾ ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. അപ്പം അതിനകത്തിരിക്കുന്ന ഏത് ഭവനം ചമയ്ക്കുവാൻ ഒരാൾ വേണം, സർവ്വവും ചമച്ചവൻ ദൈവം തന്നെ. അതെ, തീർച്ചയായിട്ടും ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ആ കർത്താവ് ആണോ നമ്മളെ യഥാർത്ഥമായിട്ടും അല്ലെങ്കിൽ ഈ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ, അവൻ നിർത്തിയിരിക്കുമ്പോൾ അതിനകത്ത് മേളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം കൂടെ, സകലത്തിനും ഇലാക്കും സകലത്തിനും കാരണഭൂതനുമായ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ അവരുടെ രക്ഷാതാകനെ കഷ്ടങ്ങളിലൂടെ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. അപ്പം ആ ഒരു കാര്യം, അതായത് കർത്താവ് നമുക്ക് വേണ്ടി എത്രമാത്രം ആ ഒരു കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും അത് നമുക്ക് വേണ്ടി തന്നെ ആയിരുന്നു എന്നുള്ളൊരു കാര്യം. കാരണം വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുമായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ഞിക്കാതെ, അതായത് അത് നമ്മുടെ ജീവിതത്തിനകത്ത് അവൻ വിശുദ്ധനാണ്, അവൻ നമ്മളെ വിശദീകരണത്തിന് വിളിച്ചിരിക്കുന്നു. അവൻ്റെ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ ദിവസവും വചനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അതോ നമ്മൾ ഈ വചനം ഇവിടെ വന്ന് കേൾക്കുമ്പോൾ മാത്രമാണോ അത് എത്രമാത്രം അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്? നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളിലൊക്കെയും യഥാർത്ഥമായിട്ട് ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് ജീവനായി തീരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം അത്രമാത്രം, അതായത് ഇതിനൊന്നും നമ്മൾ യോഗ്യനായിരുന്നവരല്ല. അതായത് മക്കൾ ജഡരക്തം കൂടിയവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തം കൂടിയവർ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ ഭരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതിനൊന്നും യോഗ്യരായിരുന്നില്ല. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ അധിപതികളായി അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മക്കളായിരുന്നു. അവിടുന്ന് നമ്മളെ അവൻ വിടുവിച്ച് ദൈവത്തിൻ്റെ മഹിമാസന്നിധിയിൽ നമ്മളെ നിർത്തിയിരിക്കുന്നു. അത് ഏറ്റവും ഉന്നതമായ ഒരു കാര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഞാനത് ചിന്തിക്കായിരുന്നു, അത് എത്രമാത്രം നമ്മളിതെല്ലാവരും നമ്മുടെ ഹൃദയങ്ങളിൽ ഓർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇന്ന് കർത്താവിൻ്റെ മേശ നമ്മുടെ പക്കലുണ്ട്. ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് എത്രമാത്രം ആ ഒരു വിശുദ്ധിയും വേർപാടും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഉണ്ട്. അല്ലെങ്കിൽ കർത്താവ് എത്രമാത്രം കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവന് ഈ മനുഷ്യരൂപമായിട്ട് ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളും, അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ കർത്താവ് കടന്നുപോയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അടി കൊണ്ടതും അവൻ്റെ കന്നത്തടിക്കുമ്പോഴും ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പച്ചയായിട്ട് നമ്മൾ ആ ജഡത്തിൽ ഇതൊക്കെ ഏൽക്കുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു ചെറിയ പെയിൻ വന്നാൽ തന്നെ നമുക്ക് താങ്ങാൻ കഴിയത്തില്ല. കാരണം അതിൻ്റെ പെയിൻ അത്രമാത്രം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ നമുക്കത് താങ്ങുവാനുള്ള ബലം നമുക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിടുന്ന് കഴിഞ്ഞപ്പം എൻ്റെ ഈ വലത്തെ കയ്യിൽ ചെറിയൊരു പെയിൻ വന്നു. നല്ലപോലെ വേദന എടുത്തു എനിക്ക് ഇവിടെ. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിയുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ വേദന എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം കൈ ഇങ്ങനെ കുടയുകയൊക്കെ ചെയ്തു. എന്തോ ചെറുതായിട്ട് ഞരമ്പിന് എന്തോ ഇതായതാണ്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ആ ഒരു ചെറിയ വേദന പോലും അപ്പം ശരിക്കുമെന്ന് പറഞ്ഞാൽ അത് വന്നപ്പോൾ എന്നെ മൊത്തം എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് വേർത്തു. ആ വേദനയുടെ ആ പ്രഷർ അത്രമാത്രമായിരുന്നു ഞാനിവിടെ നിന്നപ്പം. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, അപ്പം കർത്താവ് ആ വേദന നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സഹിച്ചു കഴിഞ്ഞപ്പോൾ എത്രമാത്രം ആ ഒരു വേദനയുടെ കാഠിന്യം ഉണ്ടായിരുന്നു. അവൻ്റെ രോമം പിഴുതെടുക്കുമ്പോഴും അല്ലെങ്കിൽ അവൻ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ആ സഹിച്ച വേദന, അപ്പോൾ അതെല്ലാം നമുക്ക് വേണ്ടി തന്നെയായിരുന്നു കർത്താവ് ചെയ്തത്. അപ്പം അത്രമാത്രം ആ ഒരു പെയിൻഫുള്ളോടുകൂടി തന്നെയാണ് നമ്മളെ അവൻ ഈ ലോകത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ അവൻ്റെ സന്നിധിയിലേക്ക് അവൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ആണ് അവൻ മരിച്ചതെന്നുള്ള ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേട്ട് കാണും.
സാജു പറയേണ്ട ദുബായിലുള്ള ആ മെസ്സേജുകൾ ഞാൻ കേട്ടോന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ കേട്ടോന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ എത്രമാത്രം ഞാനൊരു പാപിയായിരുന്നു എന്നുള്ള ഒരു കാര്യം, കാരണം ആ പാവത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് ആക്കിയെങ്കിൽ എത്രമാത്രം കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ലോകത്തിൽ എന്തോരം കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തിൽ വസിക്കുന്നുണ്ടല്ലേ, എത്രയോ കോടി ജനങ്ങൾ വസിക്കുന്നു. അപ്പോൾ ഈ കോടിക്കണക്കിന് ജനങ്ങൾ വസിക്കുന്നതിൻ്റെ അടുത്ത് നമ്മൾ പല മാതാപിതാക്കന്മാരാൽ ജനിക്കപ്പെട്ടവരും പല സ്ഥലങ്ങളിൽ വളർന്നവരും പല ചുറ്റുപാടുകളിൽ പല വിദ്യാഭ്യാസം ചെയ്ത് പല രീതിയിൽ വളർന്നു വന്നവരാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ആ കർത്താവ് നമുക്ക് ചെയ്ത ഒരു സ്നേഹം, അല്ലെങ്കിൽ കർത്താവ് അവിടെ നിന്നൊക്കെ ഓരോരുത്തരെ അവിടെ ഇവിടങ്ങളിലായിട്ട് അവൻ്റെ സ്നേഹം, അല്ലെങ്കിൽ അവന് നമ്മളെ വിളിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ അവൻ നിർത്തിയത് ഞാനിന്ന് ഓർക്കുകയായിരുന്നു. എത്ര മാത്രമാണ് ഈ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ ദൈവം നമുക്കൊരു ഭാഗ്യം ഇങ്ങനെ നിൽക്കുവാൻ, അവനെ അറിയുവാൻ, അവൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യം, ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ അടിമകളായിരുന്നവരെ, അല്ലെങ്കിൽ ലോകത്തിൽ നശിച്ചു പോകേണ്ടവരായിരുന്ന നമ്മളെ അവൻ വില കൊടുത്ത്, അതായത് അവൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളൊരു കാര്യമൊക്കെ ഞാനിരുന്ന് ചിന്തിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് ഞാനായിരിക്കുന്നിടത്തൊക്കെ ഇത് എത്രമാത്രം അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നുള്ളതിനെ പറ്റി. ഇപ്പം ഈ പുൽപ്പറ്റിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയുമ്പം വളരെ ഈസി ആയിട്ട് കടന്നു പോകും. പക്ഷേ പത്രോസ് പറഞ്ഞ ഒരു കാര്യം, ആരെല്ലാം തള്ളി പറഞ്ഞാലും, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. അത്രമാത്രം ഹൃദയത്തിൽ വളരെ നിശ്ചയത്തോടു കൂടി തന്നെ പറഞ്ഞു. പക്ഷേ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കോഴി 3 പ്രാവശ്യം കൂയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നീ എന്നെ തള്ളി പറയുമെന്നുള്ള ഒരു കാര്യം. അതെ, അതിന് ശേഷവും പക്ഷേ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. അതിന് ശേഷവും അവനത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി പൊട്ടിക്കരയുന്ന ഒരു ഹൃദയം ഉള്ള ഒരു പത്രോസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഒരു മാനസാന്തരം പൂർണ്ണമായിട്ടും നടക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ എത്ര ബലമുള്ളവരാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആ താഴ്മയോടെ നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ വചനം കേൾക്കുമ്പോൾ, വചനം നമ്മളോട് ഇടപെടുമ്പോൾ, വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ എത്രമാത്രം നമ്മൾ കർത്താവിനെ തള്ളിപ്പറയുന്നവരാണ്. അതേ, നമ്മുടെ ചെറിയ ചെറിയ സാഹചര്യം വരുമ്പോൾ നമ്മളവിടെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയും നമ്മുടെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്നവരാണോ? ഞാൻ വളരെ ചിന്തിച്ച ഒരു കാര്യമായിരുന്നു, നമ്മൾ എത്രമാത്രം നമ്മുടെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്നുണ്ട്. അതോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ ആരും കാണുന്നുണ്ടാകത്തില്ല. ചെറിയൊരു കള്ളം പറയുന്ന കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പിതാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നുണ്ടോ? അവൻ എത്രമാത്രം ദുഃഖമായിരിക്കും. ഇപ്പം നമുക്കൊരു പൈതലുണ്ടെങ്കിൽ അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കേൾക്കാതെ അവൻ അല്ലെങ്കിൽ മോഷ്ടിക്കുകയോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളാ പറയുന്ന റൂൾസിനനുസരിച്ച് പോകാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് മാനുഷികമായിട്ട് തന്നെ എത്രമാത്രം വിഷമമുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമ്പോൾ, അവർ അനുസരിക്കാതിരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത്, മാതാപിതാക്കളായ നമ്മുടെ ഹൃദയത്തിനകത്ത് എത്രമാത്രം ഒരു വേദനയും ഒരു പെയിൻഫുള്ളുണ്ടാകും. അവൻ എൻ്റെ മകനായിട്ട് പോലും അവന് ഞാൻ ഇതെല്ലാം കൊടുത്തു, അവന് കൊടുക്കാത്ത ഒരു സൗകര്യങ്ങളുമില്ല, അവനെല്ലാ സൗകര്യങ്ങളും കൊടുത്തു, എന്നിട്ടും അവൻ ഞാൻ പറയുന്നത് അനുസരിക്കാൻ അവൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തായിരിക്കും? അപ്പം അതിനപ്പുറമായിട്ട് ഈ ലോകത്തിൽ നശിച്ചു പോകുന്നവരും, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അതായ അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോകേണ്ടവരാണ് നമ്മൾ. അപ്പോൾ അവിടുന്നാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് അവൻ്റെ സ്നേഹം മൂലം അവൻ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമായിട്ട് ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ നമ്മളെത്രമാത്രം അതിന് വില കൊടുക്കേണ്ടവരാണെന്നുള്ളത് നമ്മുടെ ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട്. ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ നമ്മൾ എത്രമാത്രം അതിന് വില കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് കർത്താവിൻ്റെ മേശയുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ അവൻ ശരിക്കും ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിന് വേണ്ടി അവൻ ചെയ്തു. നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവനായിട്ട് അവൻ ചെയ്തു. ഈ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു, അനേകർക്കും ലഭിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ലഭിച്ച കാര്യത്തിൽ എത്രമാത്രം നമ്മൾ വിശ്വസ്തരായിട്ട് നമ്മൾ നിൽക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന പോലെ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നമ്മളിതൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയം ഒരു മാനസാന്തരത്തിലേക്കാണോ നമ്മൾ തിരിയുന്നത്? അതോ ഓരോ ദിവസം കഴിയുന്തോറും ഇത് പറയുന്ന വചനങ്ങളൊക്കെ നമ്മളെ ഓരോ ദിവസവും കറക്റ്റ് ചെയ്യുന്നു അല്ലേ? കഴിഞ്ഞ ആഴ്ചകൾ അതിന് മുമ്പൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്, സഭയിൽ ഇന്ന കാര്യങ്ങൾ ആയിക്കൂടാ, ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന കാര്യങ്ങൾ വേണ്ട, ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ
നമ്മൾ ഇതിനെതിരെ മത്സരബുദ്ധിയാണോ നമ്മുടെ ജീവിതത്തിനുള്ളത്, അതോ നമ്മളിത് അനുസരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുകയും കർത്താവേ ഇന്ന കാര്യങ്ങൾ എന്നിലുണ്ട് എന്ന് മാനസാന്തരപ്പെടുവാൻ എൻ്റെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് വെച്ച് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ, അതോ ഇത് കേൾക്കുന്തോറും ഇത് കഠിന ഹൃദയത്തോടുകൂടി ഇതൊന്നും നമുക്കുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ മതി എന്നുള്ള ഒരു കാര്യത്തിലാണോ നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഞാനത് പൂർണ്ണമായിട്ടും എൻ്റെ ജീവിതത്തിനകത്ത് ഞാനത് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നത്. കാരണം ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളിലും അത് വളരെ വിലയുള്ളതാണെന്ന് തന്നെ അതിനെ തിരിച്ചറിയുവാൻ കർത്താവ് സംസാരിക്കുമ്പോൾ, അതായത് നമുക്കറിയാം പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്ന മരുഭൂമിയിൽ വെച്ച് പരീക്ഷ ദിവസത്തിലെ മത്സരത്തിലെന്ന പോലെ. അപ്പം നമ്മുടെ ജീവിതത്തിനകത്തും ഇതൊക്കെ കേൾക്കുമ്പം മാനസാന്തരപ്പെടുവാനാണോ നമുക്ക് കഴിയുന്നത്, അതോ നമ്മളിത് കേൾക്കുന്നു മനസ്സിലാക്കുന്നു പക്ഷേ നമ്മൾ പഴയ രീതിയിൽ തന്നെ തുടരുകയാണോ ചെയ്യുന്നതെന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. എന്നെ അത് കാര്യങ്ങളൊക്കെയും ഓർമ്മിപ്പിച്ചതിനായിട്ട്, അതായത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന അതിൻ്റെ മേളിൽ 17 എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ജനത്തിൻ്റെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശുദ്ധ മഹാപുരോഹിതനുമാകേണ്ടതിനും സകലത്തിലും തൻ്റെ സഹോദരന്മാർ സദൃശ്യനായി തീരുവാൻ ആവശ്യമായി വന്നു. താൻ തന്നെ പരിശുദ്ധനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനാവുന്നു. അതെ, നമ്മളിതിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് പല ടെംപ്ടേഷനും പല കാര്യങ്ങളും നമ്മൾ കടന്നു വരുമ്പോൾ ഇത് എങ്ങനെ ആയിത്തീരും, അല്ലെങ്കിൽ ഇതിലൂടെ എങ്ങനെ കടന്നു പോകും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്ന് നമ്മൾ അറിയുക, നമ്മുടെ കർത്താവ് ഇതിലൂടെ എല്ലാം കടന്നു പോയവനാണ്. നമ്മൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ ആ അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് താഴുവാണെങ്കിൽ കർത്താവ് ഇതിലൂടെ എല്ലാം കടന്നുപോയ ഒരു കർത്താവാണ് നമുക്കുള്ളത്. അവൻ നമ്മുടെ മുമ്പിൽ ഒരു മാതൃക വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിയും എന്ന് തെളിയിച്ച് തന്നിട്ടാണ് കർത്താവ് കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ആ കർത്താവാണ് നമുക്കുള്ളത്. അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വന്നു ഇങ്ങനെയാവാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിട്ടിട്ട് പോയൊരു കർത്താവല്ല. ഇതെല്ലാം അവൻ്റെ ജീവിതത്തിനകത്തൂടെ കടന്നുപോയി, അവനിതിലൂടെ എല്ലാം കടന്ന് ജയിച്ചു പോയ ഒരു കർത്താവ് നമുക്കുണ്ട്. അപ്പം അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ ആണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരീക്ഷാ ദിവസങ്ങൾ അല്ലെങ്കിൽ കടന്നു പോകുന്ന എല്ലാ സാഹചര്യം എങ്ങനെ കടന്നു പോകും, അല്ലെങ്കിൽ എങ്ങനെ ഈ പാപത്തെ ജയിക്കുന്ന കാര്യത്തിൽ സർവ്വത്തിൻ്റെ മേലും അവൻ ഇതിലൂടെ എല്ലാം കടന്നുപോയ കർത്താവാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് ഇതിനെല്ലാം സാധ്യമാക്കി തരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയുന്നു. ഞാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ പങ്കുചേരുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. എന്നെ തന്നെ താഴ്ത്തുന്നു. ദൈവം തരുന്ന ഓരോ മാനസാന്തരത്തിനായിട്ടും കർത്താവ് ഇതിലൂടെയൊക്കെ എന്നോട് സംസാരിച്ചതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം ആര് സംസാരിച്ചാലും അത് ഞാൻ പലപ്പോഴും വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്ന ഒരു കാര്യം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്നിടത്തൊക്കെയും കർത്താവ് ഇതെനിക്ക് വെളിച്ചമായി തീരണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ നിന്ന് പറയുമ്പോൾ ഇതിനെല്ലാം ഒരു കണക്ക് കൊടുക്കേണ്ടിയവൻ തന്നെയാണ്. ഞാനിത് പറഞ്ഞിട്ട് ശേഷം ഞാൻ എന്നെ തന്നെ കൊള്ളരുതാത്ത രീതിയിൽ നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യം വേറെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഇതിന് കണക്ക് കൊടുക്കേണ്ടിയവൻ തന്നെയാണ്. ഞാൻ വളരെ ഭയത്തോടുകൂടി തന്നെ ആ ദൈവസ്നേഹത്തിൽ തന്നെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുന്നു. ആമേൻ.